നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരം. ഹൃദയസ്തംഭനമുണ്ടായതായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. 4 ദിവസം മുമ്പ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം സംഭവിച്ചതായാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. ICUവിൽ ചികിത്സയിൽ കഴിയുന്ന MTയുടെ ഓക്സിജൻ ലെവൽ വളരെ താഴെയാണ്. ഓക്സിജന്റെ സപ്പോർട്ടിലാണ് MT ചികിത്സയിൽ കഴിയുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. MTയെ വിദഗ്ധ സംഘം നിരീക്ഷിച്ചു വരികയാണ്. എല്ലാവിധ ചികിത്സയും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 1 മാസം മുമ്പ് ശ്വാസതടസ്സവും ന്യൂമോണിയയും മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അന്നും ആരോഗ്യനില ഇതുപോലെ വഷളായിരുന്നു. ദിവസങ്ങൾ നീണ്ട ചികിത്സയെ തുടർന്ന് ന്യൂമോണിയ മാറി ആശുപത്രി വിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന MT വീട്ടിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് വീണ്ടും ഇപ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ മാസം 17-നാണ് MTയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ 9 കഥകൾ ചേർന്ന ആന്തോളജി ചിത്രം അടുത്തിടെയാണ് OTTയിലൂടെ റിലീസ് ചെയ്തത്. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള മലയാള സിനിമയിലെ വമ്പൻ താരനിര ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. MT എന്നറിയപ്പെടുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ മികച്ച എഴുത്തുകാരനും തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമാണ്. യാഥാസ്ഥിക നായർ തറവാടും മരുമക്കത്തായവും ജന്മിത്തത്തിന്റെ അവസാനവുമെല്ലാം പ്രതിപാദിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയെപ്പറ്റിയുള്ള ചരിത്രമാണ് ഓരോ MT കഥകളും. വാക്കുകളുടെ ഒഴുക്ക്, ആശയങ്ങളുടെ ലാളിത്യം, ഭാഷയുടെ സൗന്ദര്യം ഇവയെല്ലാം ചേർന്ന് നിളാനദി പോലെ സ്വച്ഛമായി തട്ടും തടവുമില്ലാതെ ഒഴുകുന്ന ഭാഷയിൽ MT കഥ പറഞ്ഞു പോകുമ്പോഴാണ് MTയുടെ മൗനം എത്ര വാചാലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. MT കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് തന്റെ കുടുംബത്തിൽ നിന്നാണ്. കുട്ടിയടത്തിയും ഭ്രാന്തൻ വേലായുധനും ലീലയുമെല്ലാം ഒരു ചെറുനൊമ്പരമായി ഹൃദയത്തിലെ ആഴങ്ങളിലെങ്ങോ മലയാളിയുടെ മനസ്സിൽ കിടപ്പുണ്ട്. ആത്മകഥാംശമുണ്ട് ഓരോ MT കഥകളിലും. ദാരിദ്ര്യവും വ്യക്തിബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളും പ്രണയത്തിന്റെ ഭൂതകാലവും വായിച്ചെടുക്കാം ഓരോ കഥകളിലും, ഓരോ വരികളിലൂടെ. 1933 ഓഗസ്റ്റ് 9 ജനിച്ച MT ആധുനിക മലയാള സാഹിത്യ രചയിതാവാണ്. ദി ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ MTക്ക് മലയാളത്തിലെ മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. 23-ാമത്തെ വയസ്സിലാണ് MT തന്റെ ആദ്യ നോവലായ 4 കെട്ട് എഴുതുന്നത്. ആ നോവലിന് 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മഞ്ഞ്, കാലം, അസുരവിത്ത്, 2-ാം ഊഴം, പാതിരാവും പകൽ വെളിച്ചവും, വിലാപയാത്ര, വാരണസി, വെയിലും നിലാവും, വേദനയുടെ പൂക്കൾ, നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, നഷ്ടപ്പെട്ട ദിനങ്ങൾ, ബന്ധനം, പതനം, കളിവീട് എന്നിങ്ങനെ ഒട്ടേറെ നോവലുകൾ MTയുടേതായിട്ടുണ്ട്. 4 കെട്ട് പഞ്ചാഗ്നി കന്നഡ, ഹിന്ദി, ഉറുദു, ഒറിയ, ഗുജറാത്തി തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. കാലം, മഞ്ഞ്, അറബിപ്പൊന്ന്, ആൾക്കൂട്ടത്തിൽ തനിയെ, ഇരുട്ടിന്റെ ആത്മാവ് എന്നിവ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നീ ബാലസാഹിത്യ കൃതിയും ഗോപുരനടയിൽ എന്ന നാടകവും MTയുടേതായിട്ടുണ്ട്. മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ്, നഗരമേ നന്ദി, നിഴലാട്ടം, ഓളവും തീരവും MTയുടെ തിരക്കഥകൾ. എന്റെ പ്രിയപ്പെട്ട തിരക്കഥകൾ, ഒരു വടക്കൻ വീരഗാഥ, പഞ്ചാഗ്നി, പെരുന്തച്ചൻ, നഖക്ഷതങ്ങൾ, സുഹൃതം, 4 തിരക്കഥകൾ, ദയ, ഒരു ചെറുപുഞ്ചിരി, എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക്, തീർത്ഥാടനം എന്നിവയെല്ലാം മികച്ച തിരക്കഥകളാണ്. രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, നഷ്ടപ്പെട്ട ദിനങ്ങൾ, ബന്ധനം, പതനം, കളിവീട്, വാരിക്കുഴി, തെരഞ്ഞെടുത്ത കഥകൾ, ഡാറെസ് സലാം, അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകം, അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ഷെർലക് എന്നിവയാണ് MTയുടെ കഥകൾ. മലയാള സാഹിത്യത്തിന്റെ വഴിത്തിരിവുകളായിരുന്നു MTയുടെ പല നോവലുകളും. MTയുടെ ഏറ്റവും മികച്ച നോവൽ ഇപ്പോഴും 2-ാം ഊഴം തന്നെയാണ്. പ്രശസ്ത നർത്തകിയായ കലാമണ്ഡലം സരസ്വതിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മക്കൾ സിതാര, അശ്വതി. ഏകദേശം 54 സിനിമയ്ക്ക് MT തിരക്കഥ എഴുതിയിട്ടുണ്ട്. മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് 4 തവണ ലഭിച്ചിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ 1989-ലും, കടവ് 1991-ലും, സതയം 1992-ലും, പരിണയം 1994-ലും എന്ന് ഈ സിനിമകൾക്കെല്ലാം തന്നെ തിരക്കഥയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1963-64 കാലത്താണ് മുറപ്പെണ്ണ് എന്ന തിരക്കഥ എഴുതി MT ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത്. MT ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് 1973-ൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചിട്ടുണ്ട്. MT നിളയുടെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്.
മലയാളി വാർത്ത ഇൻസൈഡ്.